ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതൊരു മനോഹരമായ നിമിഷമാണ്. ലോകത്ത് വിവിധ ഇടങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യർ പേനയും നോട്ട്ബുക്കൊക്കെ എടുത്ത് അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഒരു 10 മണി സമയം വെച്ചിട്ട്. ചില ആളുകളൊക്കെ അടുത്ത ദിവസം ഇതേ 10 മണിക്ക് മുമ്പായിരിക്കും കേട്ട് പൂർത്തിയാക്കുന്നത്. പക്ഷെ ലൈവായി വരുന്ന ആദ്യ സമയത്ത് തന്നെ അന്നൂർ കേൾക്കണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരുണ്ടാകും. നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരും പടച്ചോൻ ഭയങ്കര തൗഫീഖ് തന്നവരുമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഇതിൻ്റെ ആസൂത്രണത്തിലും ഇടപെടലുകളിലൊക്കെ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും ഇങ്ങനെ കുറച്ചൊരു ടൈമിനെ കയ്യിലൊതുക്കി കാര്യങ്ങളൊക്കെ പഠിക്കാനും നന്നായി ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ കൂടുതൽ കേൾക്കാനും നിങ്ങൾ കേൾക്കുന്നതിലുപരി കേട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊക്കെയുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പടച്ച റബ്ബ് അവൻ്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നടപ്പിലാക്കും. ഒരാൾ പോലും ദീന് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു വ്യക്തി പോലും പ്രബോധകനായി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിത്രത്തിനെ തിരിച്ചറിയാനുള്ള, അവരുടെ ദൗത്യത്തെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ പടച്ച റബ്ബ് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആ വഴിയിൽ വേണം നമ്മൾ അന്നൂറിനെ കുറിച്ച് ആലോചിക്കാൻ. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന കാലത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പഠന സംവിധാനങ്ങളോ നമുക്ക് മാതൃകയാക്കാവുന്ന ഒന്നോ ഇല്ല. ഇന്ന് എല്ലാറ്റിനും ഓൺലൈൻ കോഴ്സുകളും പഠന സംവിധാനങ്ങളുമാണ്. പടച്ച റബ്ബ് നമുക്ക് തോന്നിച്ചു തന്ന, നമ്മളിലൂടെ നടപ്പിലാക്കിയ ഒരു വലിയ ഖൈറാണിത്. ഇന്ന് 504 ക്ലാസ്സുകൾ പിന്നിട്ട് 505ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. 11,000-ലധികം മിനിറ്റുകൾ ഖുർആൻ പഠിച്ച് ഏറ്റവും മിനിമം 504 ക്ലാസ് ഫുൾ കേട്ട ആളുകൾ 11,000-ലധികം മിനിറ്റ് ഖുർആൻ പഠിച്ചു. അപ്പോൾ ശരിക്ക് പഠിച്ചവനെ ഞാൻ പഠിച്ച 11,000-ലധികം മിനിറ്റുകളുടെ ആ മഹത്വം കൊണ്ട് എൻ്റെ ഇന്ന കാര്യം നീ നിർവഹിച്ചു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കൂ. ആ 11,000 മിനിറ്റുകൾ എഡിറ്റ് ചെയ്ത, അത് പിന്നെ റെക്കോർഡ് ചെയ്ത, അത് അവതരിപ്പിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ ഇഹ്തിസാബ് ഉണ്ടെങ്കിൽ, പുണ്യപ്രതീക്ഷ ഉണ്ടെങ്കിൽ എത്ര വലിയ കൂലിയാണ് കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ റബ്ബ് പുറത്തു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മൾ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടന്നിരിക്കുന്നു. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, വീട്ടിൽ 4, 5, 6 ഒക്കെ ആളുകളുണ്ടെങ്കിലും ഈ നോട്ട്ബുക്കും പേനയും നമ്മളും മാത്രമാണ് ഈ ക്ലാസ്സുകളൊക്കെ കേട്ടത്. ഹസ്ബൻഡ് കേട്ടിട്ടില്ല, ഭാര്യ കേട്ടിട്ടില്ല, മക്കൾ കേട്ടിട്ടില്ല, മരുമക്കൾ ഇതിലില്ല. അവരിങ്ങനെ അടുക്കളയും വീടും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കളിയും ചിരിയും ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഇതിലേക്ക് കയറ്റി കൊണ്ടുവരണം. വളരെ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ക്ലാസ്, ഇങ്ങനത്തെ ഒരു ശൈലിയിലുള്ള ഒരു ക്ലാസ് ചെറിയ മക്കൾക്ക് അങ്ങനെ തന്നെ അവർക്ക് കൺവീൻസിങ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ സമ്മർ ക്വസ്റ്റ് പോലത്തെ പരിപാടികൾ വേറെ കൊണ്ടുവന്നത്. നിങ്ങൾ അവരെ സമ്മർ ക്വസ്റ്റിലേക്കും ഈ മദ്രസയിലേക്കൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. നാട്ടിൽ നടക്കുന്ന സിയാറികളിലേക്കും അതേപോലെയുള്ള കാര്യങ്ങളിലേക്കാണ് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ചുകൂടി മുതിർന്ന മക്കളും നമ്മളൊക്കെ ഒന്നിച്ച് ഇതൊരു ആവേശത്തിൽ കേൾക്കും കാണുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ വേണം. അതാ ബിൻ അബി റബാഹ് എന്ന് പറയുന്ന ഒരു താബിഈ വര്യൻ, അദ്ദേഹത്തെക്കുറിച്ച് അന്നൂർ ക്ലാസ്സുകളിലൂടെ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ കാഴ്ചയിൽ വളരെ വൈകൃതമുള്ള, വിരൂപതയുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരാളുടെ ഇംപ്രസ് ചെയ്യണ ഒന്നും ഉണ്ടായിരുന്നില്ല. തലയൊക്കെ ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കണേ, ഈ 2 തോളുകളും ഇങ്ങനെ പൊങ്ങി നിൽക്കണേ, മൂക്കിങ്ങനെ നീണ്ടു ഉരുണ്ടുപോയ വളരെ കറുകറുത്തൊരു മനുഷ്യൻ. ചെറിയ പ്രായത്തിൽ ഫ്രണ്ട്സൊക്കെ അദ്ദേഹത്തെ കളിയാക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മാൻ്റെ കുട്ടി ഖുർആൻ പഠിച്ചോ, നീ ദീന് പഠിച്ചോ, നിന്നെ എല്ലാവരും ബഹുമാനിക്കും. ചരിത്രം അതിന് സാക്ഷിയായി. അദ്ദേഹം മക്കയിലെ ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി, മക്കയുടെ ഖാളിയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് ഇദ്ദേഹത്തിന് നീ ഖുർആനിൽ ഏറ്റവും വലിയ പണ്ഡിതനാക്കണേ എന്ന് പ്രാർത്ഥിച്ചതാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് മക്കക്കാർ പോയി മസ്അല ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്, അവിടെ അതാ ഇല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെന്ന് ഒരു വിജ്ഞാനത്തിൻ്റെ പർവ്വത സമാനനായൊരു മഹാമനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ജഡ്ജ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുമ്പോൾ പിന്നെ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു എന്നാണ്, പിന്നെ നിശബ്ദതയായിരിക്കും.
എല്ലാവരും അത്ര ഒരു ബഹുമാനവും ഭയവും അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിലൂടെ രണ്ട് ലോകത്തും നമുക്കതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യം, മനസ്സ്, ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള പ്രതിരോധവും കൂടിയാണ് ഈ പഠനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് കേൾക്കണം. ഖുർആൻ പൂർണ്ണമായി പഠിക്കാനാണ് നമ്മൾ നിയ്യത്താക്കേണ്ടത്. നമ്മളിപ്പോൾ 170 ചില്ലാനം വചനങ്ങളിലാണ് എത്തിയത്. ഇപ്പോൾ 30 ക്ലാസ് കൊണ്ടും ഒരു 3, 4, 5 ആയത്തൊക്കെ മാക്സിമം പോവുണ്ടാവുള്ളൂ. പക്ഷേ ഇത് അവസാനിക്കുന്നത് വരെ ഞാൻ ജീവിക്കണം എന്ന് നമ്മൾ നിയ്യത്താക്കുക. ചിലപ്പോൾ അതുകൊണ്ട് മാത്രം പഠിച്ച് നമുക്ക് ആയുസ്സിനെ തരും. 2, നമുക്ക് നമ്മൾ ആരോഗ്യം, നമ്മൾ ഖുർആനൊക്കെ ഇരുന്ന് പഠിക്കണമെങ്കിലും വായിക്കണമെങ്കിലും ഒക്കെ ഒരു ആരോഗ്യം ആവശ്യമുണ്ടല്ലോ, ആ ആരോഗ്യം നമുക്കുണ്ടാവും. ഇനിയില്ല അതിൻ്റെ വഴി മധ്യേ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിലും, പന്നൂറൊക്കെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരും അവരുടെ നോട്ട്ബുക്കും അവരുടെ ഓർമ്മകളൊക്കെ അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പ്രചോദനങ്ങളാണ്. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഴി മധ്യേ ബഖറ തീർന്നതിൻ്റെ മുമ്പ് മരിച്ചുപോയി, അല്ലെങ്കിൽ ആലു ഇമ്രാൻ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. നമുക്ക് ഖുർആൻ ഫുള്ള് പഠിച്ചതിൻ്റെ കൂലി കിട്ടി. പഠനം ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. നല്ല നിയ്യത്തിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പര പ്രാർത്ഥനയോടുകൂടെ ഈ കാര്യങ്ങളിൽ ഇടപെടുക. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ പഠിക്കാൻ എടുക്കുന്ന രൂപം, നിങ്ങൾക്കിതിലൂടെയുള്ള അനുഭവങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഫീഡ്ബാക്കായി തന്നാൽ നമുക്കത് മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെ ഖുർആൻ പഠിക്കുന്നു എന്നുള്ള ആ പ്ലാനൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു ഷെയറിംഗ് ആണ്. അപ്പോൾ ആ ഷെയറിംഗ് വഴി ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഖുർആൻ എത്തിക്കാൻ കഴിയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ മൊഡ്യൂൾ 16 ആദ്യ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇനി അദ്ദേഹത്തെ നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുർറിൽ മയാമീൻ വഅലാ അസ്വാജിഹി അത്വാഹിറാത്ത് അത്തയ്യിബാത്ത് ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, അഭ്യുദയ കാംക്ഷികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ 16ാം മൊഡ്യൂളിൽ 1ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ. വിശുദ്ധ ഖുർആൻ പഠനം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചോദിയ വസിയ്യത്താണ് സൂറത്തുൽ ബഖറ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. നമ്മൾ അള്ളാഹുവിൻ്റെ അഹലുകാരായി, ബന്ധുക്കളായി, അള്ളാഹുവിൻ്റെ ഖാസത്തായി, പ്രത്യേകക്കാരായി അള്ളാഹുവിങ്കൽ സന്നിഹിതരാകുവാൻ ഈ വിശുദ്ധ വേദത്തെ യഥാവിധം സ്വീകരിക്കുകയും മുഖവിലക്കെടുക്കുകയും അത് പഠിക്കുന്നത് ആത്മാർത്ഥവും സത്യസന്ധവുമാക്കി തുടർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു പ്രീതിപ്പെടുന്ന, കനിയുന്ന, കരുണ കാണിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഈ തുടർച്ചയിൽ പഠിക്കുവാനുള്ളത് സൂറത്തുൽ ബഖറയിലെ 180-ാം വചനമാണ്. പ്രസ്തുത വചനം ആയത്തുൽ വസിയ്യ, വസിയ്യത്തിൻ്റെ സൂക്തമാണ്. ഈ 180-ാം വചനവും അതിനെ തുടർന്നുള്ള 2 വചനങ്ങളും സ്വത്ത് വസിയ്യത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാനങ്ങൾ, വിഷയങ്ങൾ, വിധികൾ ഇവയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ 178, 179 വചനങ്ങൾ കഴിഞ്ഞ മൊഡ്യൂളിൻ്റെ അവസാന ഭാഗം പഠിച്ചുപോയി. അത് ഖിസാസുമായി ബന്ധപ്പെട്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് തുടങ്ങിയുള്ള ആയത്ത് അപ്രകാരം വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത്. അവിടെ മനുഷ്യജീവൻ, മനുഷ്യരക്തം
അതിൻ്റെ പവിത്രതയും അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ നമ്മൾ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട മസ്അലകൾ പഠിച്ചു പോകവേ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ആ തുടർച്ചയിൽ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിധികളുമാണ് അതിൽ വസിയ്യത്ത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ക്രമം? മനുഷ്യ ജീവനെക്കുറിച്ച് പറഞ്ഞു, ഇനി മനുഷ്യരുടെ സ്വത്തിനെക്കുറിച്ചാണ് പരാമർശം. മനുഷ്യ ജീവനുള്ള പ്രാധാന്യവും സ്ഥാനവും അതുപോലെ മനുഷ്യൻ്റെ സ്വത്തിനും പ്രാധാന്യവും സ്ഥാനവും നമ്മുടെ ദീനിലുണ്ട്. വിശുദ്ധ വചനങ്ങൾ ഇതേപോലെ പലതും നമ്മൾ ചേർന്നു വന്നതായി വായിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 29-ാം വചനത്തിൽ വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞ് സ്വത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തി. അതേ തുടർച്ചയിൽ അതേ വചനത്തിൽ വലാ തഖ്തുലു അൻഫുസക്കും എന്ന് ജീവൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ ഇതേപോലെ ഇന്നല്ലാഹ ഹറമ മിനൽ മുഅ്മിനി സലാസൻ, അള്ളാഹു വിശ്വാസികളിൽ 3 കാര്യങ്ങൾ പവിത്രത കൽപ്പിച്ചു. ദമഹു വമാലഹു, ആ 3-ൽ 2 എണ്ണം. ഒന്ന് അവൻ്റെ ജീവൻ, രക്തം, പിന്നെ അവൻ്റെ സ്വത്ത്. പിന്നീട് അവനെക്കുറിച്ച് സൽവിചാരം, വായുബന്ന ബിഹി ഖൈറൻ എന്ന് അനുബന്ധം 3-ാമത്തേത് പറയുകയുണ്ടായി. ഇവിടെ ജീവനും സ്വത്തും ഞാൻ ചില ഉദാഹരണങ്ങൾ ഉണർത്തിയത് മാത്രമാണ്. ധാരാളമാണ് ഈ വിഷയത്തിൽ വചനങ്ങളുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമം ഈ സൂക്തങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം ഉണർത്തിയത്. നമ്മുടെ ആയത്ത് സ്വത്തിൻ്റെ വിഷയത്തിലാണ്, വിശിഷ്യ സ്വത്തിൽ വസിയ്യത്തിൻ്റെ വിഷയത്തിലാണ്. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ കുതിബ അലൈക്കും എന്ന് പറഞ്ഞാൽ ഫുരിദ അലൈക്കും, നിങ്ങളുടെ മേൽ ഫറദാക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധമായി നിയമമാക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശമൊക്കെ നമ്മൾ കുതിബ അലൈക്കുമുൽ ഖിസാസ് എന്ന ആയത്തിൻ്റെ തഫ്സീറിലും അതിനു മുമ്പും മനസ്സിലാക്കി പോയതാണ്. ചില വിധികൾ മനസ്സിലാക്കാനുണ്ട്, നമുക്ക് വഴി അത് പഠിക്കാം ബിഇദ്നില്ലാ. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, അൽ മൗത്ത് മരണം, അത് നിങ്ങളിൽ ഒരാൾക്ക് വന്നണഞ്ഞാൽ, സന്നിഹിതമായാൽ, ഇൻ തറക ഖൈറൻ, അയാൾ വല്ല ഖൈറിനെയും വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ, അൽ വസിയ്യത്തു, വസിയ്യത്താണ് നിർബന്ധമായും നിയമമാക്കപ്പെട്ടത്, നിശ്ചയിക്കപ്പെട്ടത്. കുതിബ അലൈക്കും വസിയ്യത്ത് അത് ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ്, ലിൽ വാലിദൈൻ മാതാപിതാക്കൾക്കും, വൽ അഖ്റബീൻ അടുത്ത ബന്ധുക്കൾക്കും, അത് ബിൽ മഅറൂഫ് മഅറൂഫായ നിലയിൽ, മഅറൂഫായിക്കൊണ്ട്. ഓരോ പ്രയോഗവും അത് സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോഴാണ് ആയത്തിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും നമ്മുടെ ദീനിൻ്റെ മഹത്വം, അതിൻ്റെ ഔന്നത്യം അതെത്രമേൽ എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനും സാധ്യമാകൂ. ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് ഹഖൻ അലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളുടെ മേൽ അർഹമായ ബാധ്യതയായ നിലക്കാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ മദീനയുടെ പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ ബഖറയുടെ അവതീർണത. അതിലാണ് നമ്മുടെ ഈ വചനവും അവതീർണം. ഇതിൻ്റെ പ്രതിപാദ്യം അൽ വസിയ്യത്താണ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മരണമാസന്നമായവൻ ഇൻ തറക ഖൈറൻ, ഖൈർ വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ഖൈർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സ്വത്താണ് ഉദ്ദേശം,
സ്വത്തിന് എന്തുകൊണ്ട് ഖൈർ എന്ന് പറഞ്ഞു. നമുക്കത് വിശദീകരിക്കാം, മനസ്സിലാക്കാം. സ്വത്ത് വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ വസിയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറദാക്കി, നിർബന്ധമാക്കി. ഈ ആയത്ത്, പിന്നെ ഇതിനെ തുടർന്ന് വസിയത്തുമായി ബന്ധപ്പെട്ട 2 ആയത്തുകൾ, അതെന്തുകൊണ്ട് അവതീർണമായി, അത് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ആയത്തിൻ്റെ പൊരുൾ പൂർണ്ണ അളവിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കൂ. വസിയ്യത്ത് അത് തിരുനിയോഗ നാളുകൾക്ക് മുമ്പേ അറബികളുടെ പതിവും സമ്പ്രദായവുമായിരുന്നു. വസിയ്യത്ത് പല നിലക്കുണ്ട്. ഇവിടെ സ്വത്ത് കൊണ്ടുള്ള വസിയ്യത്താണ്. അതും മരണാസന്നനായ മനുഷ്യൻ, ജീവിക്കുന്നവർക്ക് വസിയ്യത്ത് ചെയ്യുന്ന വിഷയമുണ്ട്. മരണാസന്നനായവർ തൻ്റെ മരണശേഷം മറ്റുള്ളവർക്ക് നൽകുന്ന വസിയ്യത്തുണ്ട്. അത് സ്വത്തിലും സ്വത്തല്ലാത്തതിലും. പ്രസിദ്ധമായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് നമ്മൾ പലപ്പോഴും ഈ ക്ലാസ്സുകളിൽ പഠിച്ചു പോയതാണ്. അൽ ഇർബാദ് ഇബ്നു സാരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വഅദ് ചെയ്ത് ഉപദേശിച്ച് അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയും കണ്ണുകൾ കരഞ്ഞൊലിക്കുകയും ചെയ്ത ആ ചരിത്രത്തിൽ വഅബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇബതൻ ഫവജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ഹദീസിൽ ആ സാരോപദേശം തിരുദൂതരിൽ നിന്ന് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറയുന്നുണ്ട്, കഅന്നഹ മൗഇബതു മുവദ്ദിഇൻ, ഒരു വിടവാങ്ങുന്നവൻ്റെ ഉപദേശത്തെ പോലെയായിരുന്നു അത് എന്നാണ്. വിടവാങ്ങൽ എന്ന് പറഞ്ഞാൽ മരണത്തേരിലേറി യാത്രയാകുന്ന ഒരാളുടെ ഉപദേശം പോലെ. അപ്പോൾ പറയുന്നുണ്ടല്ലോ ഫഔസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയ്യത്ത് നൽകിയാലും എന്ന്. അത് വസിയ്യത്ത് ഇങ്ങനെയുള്ളതുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഉണർത്തിയെന്ന് മാത്രം. വസിയ്യത്തുൻ മാലിയ, വസിയ്യത്തുൻ ഗൈറു മാലിയ എന്ന് കർമ്മശാസ്ത്രത്തിൽ 2 വകുപ്പുകളുണ്ട്. സ്വത്തിലുള്ള വസിയ്യത്ത്, നമ്മുടെ ആയത്തിൻ്റെ വിഷയം അതാണ്. ഇൻ തറക ഖൈറനിൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് പഠിക്കാം. സ്വത്തിലല്ലാതെ ഉള്ള വസിയ്യത്തും ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി മരണലക്ഷണങ്ങൾ തന്നിൽ തെളിയുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി താൻ മരിച്ചാൽ തൻ്റെ ശേഷക്കാർ അവർ എങ്ങനെ ചെയ്യണം, തൻ്റെ ശേഷക്രിയകൾ എങ്ങനെ, കുളിപ്പിക്കേണ്ടതാര്, കഫൻ എങ്ങനെ, തനിക്ക് ജനാസ നിസ്കരിക്കേണ്ടതാര്, ഇങ്ങനെ തുടങ്ങി നിർവഹിക്കുന്ന വസിയ്യത്തുകൾ. നമ്മൾ ഇതിനു മുമ്പ് സൂറത്തുൽ ബഖറയിൽ തന്നെ വസിയ്യത്തിൻ്റെ വിഷയം പഠിച്ചു പോയിട്ടുണ്ട്. 132-ാം ആയത്തിൽ വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന ആയത്ത് പഠിച്ചപ്പോൾ വവസ്സാ ബിഹാ, അതുകൊണ്ട് വസിയ്യത്ത് ചെയ്തു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബനീഹി, അദ്ദേഹത്തിൻ്റെ മക്കളെ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ മക്കളെ. എന്തുകൊണ്ടായിരുന്നു വസിയ്യത്ത്? അതിൻ്റെ വിവരണമാണ്. ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇവിടെ സ്വത്ത് കൊണ്ടല്ലേ വസിയ്യത്ത്. ഇവിടെ വസിയ്യത്തുൻ ഗൈറു മാലിയ, സ്വത്തല്ലാത്ത വിഷയത്തിലുള്ള വസിയ്യത്താണ്. വസിയ്യത്ത് ഇങ്ങനെ പലതുണ്ട്. നമ്മൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എന്താണ് വസിയ്യത്ത്, അതിൻ്റെ നിർവചനങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. ചില വസിയ്യത്തുകളും അന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അത് പഠിതാക്കളെ പ്രസ്തുത ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഇവിടെ വസിയ്യത്തുൻ മാലിയ, സ്വത്തിൻ്റെ വിഷയത്തിലുള്ള വസിയ്യത്ത്, അതാണ് ഈ ആയത്തിൻ്റെ വിഷയം. എന്തുകൊണ്ടാണ്
സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ ഒരു വസിയ്യത്ത്, ആ വസിയ്യത്തിൻ്റെ വിഷയത്തിൽ ആയത്തിൻ്റെ അവതീർണത, ഇതാണ് നമ്മൾ ഇനി തുടർന്ന് മനസ്സിലാക്കുന്നത്. വസിയ്യത്ത് അറബികൾക്ക് സുപരിചിതമായിരുന്നു. ഏത് തരം വസിയ്യത്താണെങ്കിലും അറബി സാഹിത്യ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വസിയ്യത്തുകൾ പല വിഷയങ്ങളിൽ, രാഷ്ട്രീയ, സാമൂഹിക, കുടുംബപരമായ, സാമ്പത്തികമായ ഒക്കെ വിഷയങ്ങളിൽ ഗദ്യമായും പദ്യമായും വസിയ്യത്തുകളുടെ ധാരാളം ചരിത്രം വായിക്കാൻ സാധിക്കും. അത് സ്വത്തിലുള്ള വസിയ്യത്ത് പ്രത്യേകിച്ച്, അത് പുരാതന കാലം മുതൽ അറബികളുടെ ചരിത്രത്തിൽ വസിയ്യത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാക്കളിൽ നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ എന്നവരുടെ വസിയ്യത്ത് അത് ഏറ്റവും പ്രസിദ്ധമാണ്, വലിയൊരു ചരിത്രവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാർ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്യ്, ഗാലിബ്, ഫിഹിർ, മാലിക്, ഇങ്ങനെ തുടങ്ങി ആ പിതൃ പരമ്പര ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് തുടർന്നു പോകുമ്പോൾ ഏറെ അകലത്തിലുള്ള ഒരു കണ്ണിയാണ് നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ഈ നിസാറിന് 4 മക്കളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രസിദ്ധം മുബറും റബീഅയുമാണ്. പിന്നെ അൻമാർ, ഇയാദ്, ഇങ്ങനെ 4 പേർ. ഇതിൽ മുബറിൻ്റെ സന്താന പരമ്പരയിലാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 മക്കളോടും മരണാസന്നനായ നിസാർ എന്നവർ അദ്ദേഹം ശേഷിപ്പിച്ച സ്വത്തിൻ്റെ വിഷയത്തിൽ വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേക രീതിയിൽ 4 കളറുകൾ പറഞ്ഞു, 4 പ്രത്യേക വസ്തുക്കളും പറഞ്ഞു. ഈ കളറുകളെയും ഈ പ്രത്യേക സവിശേഷമായ വസ്തുക്കളെയും ഒരു സൂചികയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ മരണപ്പിറ്റേന്ന് ഇവർ അവരുടെ പ്രതിഭ ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്ന വിഷയമാണ്. അവർക്കതിനായില്ല എങ്കിൽ അന്ന് നജ്റാൻ ഭരിച്ചിരുന്ന അഫ്ആൽ ജുർഹുമി എന്ന് പറയുന്ന വ്യക്തിയെ ചെന്ന് കാണാനും അയാളോട് ചോദിച്ച് ഏതാണ് തങ്ങൾ അനന്തരം എടുക്കേണ്ട സ്വത്തുക്കൾ എന്ന് തിട്ടം വരുത്താനും നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ മരണക്കിടക്കയിൽ മക്കളോട് വസിയ്യത്ത് ചെയ്തു എന്നാണ്. ആ വസിയ്യത്തും പിന്നെ ആ വസിയ്യത്തിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാനും ഈ 4 മക്കൾ യമനിലേക്ക് യാത്രയായത്, നജ്റാനിൽ എത്തിപ്പെട്ടത്, ആ യാത്രയിൽ ഉണ്ടായ അനുഭവങ്ങൾ, പിന്നെ നജ്റാനിൽ അഫ്ആൽ ജുർഹുമിയുടെ അടുക്കലുണ്ടായ സംവാദം തുടങ്ങിയതൊക്കെ ചരിത്രത്തിലെ ഒരു വലിയ വിഷയമാണ്. പക്ഷെ ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് സ്വത്തിലുള്ള വസിയ്യത്ത് അത് അറബികളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അറബികൾക്ക് അത് ശീലവുമായിരുന്നു. പക്ഷേ അറബികളിൽ ഈ സ്വത്തിലുള്ള വസിയ്യത്ത് അത് പല അന്യായങ്ങളുടെയും അക്രമങ്ങളുടെയും അനീതികളുടെയും ഒരു വേദിയായിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ ഈ വചനം അവതീർണമാകുന്ന കാലഘട്ടത്തിലും ഈ വിഷയത്തിൽ അറബികളുടെ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. സ്വത്തിലുള്ള വസിയ്യത്ത് ഒട്ടും നീതിപൂർവമായിരുന്നില്ല എന്നുള്ളതാണ്. അടുത്തവരെയും ആവശ്യക്കാരെയും വിഗണിച്ച് പ്രമാണിമാരെയും പ്രമുഖരെയും വസിയ്യത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി അങ്ങനെയായിരുന്നു സ്വത്തുള്ളവർ വസിയ്യത്ത് ചെയ്തിരുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിലെ വല്ലദീന ഇദാ അസ്റഫു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന വചനം, ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറയുന്ന മഹത്തുക്കളുടെ വിശേഷണമായി അള്ളാഹു പറയുന്ന ഈ ഒരു വചനത്തിൽ അവർ ചെലവഴിച്ചാൽ അവർ ദുർവ്യയം, അമിതവ്യയം കാണിക്കില്ല. അവർ പറ്റെ ലുബ്ധമാക്കുകയോ പിശിക്കുകയോ
കുറവ് വരുത്തുകയോ ചെയ്യില്ല. വക്കാന ബൈന ദാലിക ഖവാമ, അവരുടേത് അതിനിടയിൽ മധ്യമ നിലവാരവുമാണ് എന്ന് പറഞ്ഞില്ലേ. ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, കയ്യും മെയ്യും മറന്നവർ ചെലവഴിച്ചിരുന്നത്. ആർക്ക് ചെലവഴിച്ചാലാണ് പേര് കിട്ടുക, പ്രശസ്തി ആർജിക്കുക? അവർക്കായിരുന്നു. അവർ പരിമിതപ്പെടുത്തുകയും പിശുക്കുകയും ചെയ്തത് പേരെടുക്കാനും പ്രശസ്തി നേടാനും അവസരമില്ലാത്ത സാധു ജനങ്ങളുടെ വിഷയത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്ന ചരിത്രം. وآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله എന്ന സൂറത്തു റൂമിലെ 38-ാം വചനം. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ഒരു സാമൂഹിക ദുരാചാരത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്, ചികിത്സിക്കുന്നത്. അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും വഴിയാത്രികർക്കും നീ നൽകണം. അള്ളാഹുവിൻ്റെ വജിഹ് കാക്ഷിക്കുന്നവർക്ക് അതാണ് ഉത്തമം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അള്ളാഹുവിൻ്റെ വജിഹ് കാക്ഷിക്കുന്നവർക്ക്, അല്ലദീന യുരീദൂന വജ്ഹല്ലാഹ്. എന്തിനാണ് ഈ അനുബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്? കാരണം അന്ന് ആളുകളിൽ വല്ലതും നൽകണമെങ്കിൽ പ്രമാണിമാരുടെയും പ്രമുഖരുടെയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ചായിരുന്നു നൽകിയിരുന്നത്. എവിടെ കൊടുത്താലാണ് പേരെടുക്കാൻ പറ്റുക, പ്രശസ്തി ആർജിക്കാൻ പറ്റുക, അവിടെ കൊടുക്കുക എന്നുള്ളതായിരുന്നു നയം പല അറബികൾക്കും. അതുകൊണ്ട് ഇത്തരം വചനങ്ങൾ അവതീർണമായത്. വസിയ്യത്തിൻ്റെ വിഷയത്തിലും തദൈവ. അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ പോലും അർഹരാണ്, ആവശ്യക്കാരനാണ് എങ്കിൽ അവർക്ക് സ്വത്ത് എഴുതുമായിരുന്നില്ല. അവർ സ്വത്ത് എഴുതുമായിരുന്നു, വസിയ്യത്തുണ്ടായിരുന്നു. പക്ഷേ അത് പേരിനും പ്രശസ്തിക്കും ആർക്കെഴുതിയാലാണോ അവർക്കായിരുന്നു എഴുതിയിരുന്നത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തിലുള്ള ഈ ഒരു അന്യായം, അക്രമം, അനീതി അതിനെ ഇല്ലായ്മ ചെയ്യാൻ അർഹർക്ക് വസിയ്യത്തിലൂടെ അർഹമായതെത്തുവാൻ അവതരിപ്പിച്ച വചനമാണ് നമ്മുടെ ഈ 180-ാം വചനം. വസിയ്യത്തിൻ്റെ വിഷയത്തിൽ പല അന്യായങ്ങളുണ്ടായിരുന്നു. ആ അന്യായങ്ങളെ തിരുത്താനും നന്മ പകരാനും അള്ളാഹു അവതരിപ്പിച്ചു നമ്മുടെ ഈ വചനം. ഇതിനെ തുടർന്നുള്ള 181, 182 വചനങ്ങൾ നമുക്കത് ഇൻഷാ അല്ലാഹ് വിശദമായി മനസ്സിലാക്കി പോകാനുള്ള സൂക്തങ്ങളാണ് ബിഇദ്നില്ലാഹ്. ഇവിടെ കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. ഫുരിദ അലൈക്കും, ഫറദാക്കപ്പെട്ടു. ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ഒരാൾക്ക് മരണം ഹാദിറായാൽ, ആസന്നമായാൽ. ഇൻ തറക ഖൈറൻ, അവൻ വല്ല ഖൈറും വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ. എന്താണ് കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത്, നിയമമാക്കപ്പെട്ടത്? അത് അൽ വസിയ്യത്തു, വസിയ്യത്താകുന്നു. ആർക്ക് വസിയ്യത്ത്? ലിൽ വാലിദൈൻ വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. അതെങ്ങനെ? ബിൽ മാറൂഫ്, മാറൂഫ് ആയിക്കൊണ്ട്. അത് ഹക്കൻ അലൽ മുത്തഖീൻ, തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് ബാധ്യതയും അർഹവുമായിട്ടുള്ള വിഷയമാണ്. ഈ ആയത്തിൽ നമുക്ക് ഓരോ പ്രയോഗങ്ങളും മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വിധികൾ, അതിലെ പൊരുളുകൾ. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.